ഇപ്പോൾ ഒരാൾ പ്രിൻസസ് എന്ന് പറയുമ്പോൾ പലപ്പോഴും കൗണ്ടറായിട്ട് കിട്ടുന്ന രാജ്യഭരണം പോയത് നിങ്ങൾ അറിഞ്ഞിട്ടില്ലേ എന്നുള്ള ചോദ്യം വരാറുണ്ട്. ഉണ്ട് ഉണ്ട്. അപ്പോൾ അങ്ങനെ വിചാരിക്കുന്നവർ പ്രിൻസസ് എന്ന് പറയണ്ട. ഇറ്റ്സ് സോ ഈസി. അങ്ങനെ പോട്ടെ. എത്രയോ പേര് വോട്ട് ചെയ്യുന്നുണ്ട്. ഓരോരുത്തർക്ക് അവരവരുടെ വ്യക്തിപരമായിട്ടുള്ള കാര്യം. പ്രത്യേക വ്യക്തിപരമായിട്ട് വിരോധം എന്തെങ്കിലും ഉണ്ടോ നിങ്ങൾക്ക് എൻ്റെ അടുക്കൽ? ഇപ്പോഴത്തെ ജനറേഷന്റെ മനസ്സിലും റോയൽ ഫാമിലിക്ക് ഒരു വിശേഷ സ്ഥാനമുണ്ട്. എന്തുകൊണ്ടാണ് റോയൽ ഫാമിലി? ചിലപ്പോൾ മറ്റു സ്ഥലങ്ങളിലുള്ളവർ ഇവരെ ആക്ഷേപിക്കുക, ഒരു രാജഭരണം മാറിയത് അറിഞ്ഞിട്ടില്ല എന്നൊക്കെ പറഞ്ഞു. അത്രമാത്രം ഇവർക്കൊരു ആരാധന. ആദ്യം ഞാൻ പറഞ്ഞ പോലെ പത്മനാഭൻ്റെ അനുഗ്രഹം, കാരണവന്മാർ ചെയ്ത നല്ല കാര്യങ്ങളും, പിന്നെ ആളുകളുടെ എന്തോ ഒരു സ്നേഹം, വലിയൊരു സ്നേഹം മനസ്സിൽ. തീർച്ചയായിട്ടും 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 എന്നും അത് ഇന്നും അനുഭവിച്ചു. ഇന്നും അത് സംശയമൊന്നുമില്ല. റോയൽ ഫാമിലിന്നുള്ളവർ വോട്ട് ചെയ്യാൻ പോവാറില്ല. കുറേ നാളുകൾക്ക് ശേഷമാണ് ആദ്യമായി വോട്ട് അതെ അതെ അതെ. അതും പ്രത്യേക നമ്മുടെ റോയൽ ഫാമിലിയിലുള്ള ഒരാൾ കാൻഡിഡേറ്റ് ആയി നിന്നപ്പോഴാണ് ആദ്യമായിട്ട് വോട്ട് ചെയ്തതെന്ന് പറയുന്നുണ്ട്. ഇല്ല 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 ഇല്ല, ഞങ്ങൾ ആരും കാൻഡിഡേറ്റ് ആയിട്ട് നിന്നു. ഒരു ഒരു പേര് ഞാനിപ്പം ഇല്ല ഇല്ല 71 നേരിട്ടല്ല, ഒരു ചിറ്റപ്പൻ. അപ്പം ഞങ്ങൾ വോട്ട് ചെയ്തിട്ടില്ല. മറ്റേ തെങ്ങ് അല്ല ചിറ്റപ്പൻ, ആ കുഞ്ഞുണ്ണിയപ്പൻ ചിറ്റപ്പൻ, അച്ഛൻ്റെ അനുജൻ പൂഞ്ഞാറ്റ്. അപ്പോഴൊന്നും ഞങ്ങൾ വോട്ട് ചെയ്തിട്ടില്ല. ഇപ്പോൾ 2-3 പ്രാവശ്യമായിട്ട് വോട്ട് ചെയ്യുന്നുണ്ട്. ഞങ്ങളാണ് ആദ്യം എൻ്റെ മകനും എൻ്റെ അച്ഛൻ എൻ്റെ ഹസ്ബൻഡും ഒക്കെയാണ് ആദ്യം വോട്ട് ചെയ്തതെന്ന് തോന്നുന്നു. എത്രയോ പേര് വോട്ട് ചെയ്യുന്നുണ്ട്. ഓരോരുത്തർക്ക് അവരവരുടെ വ്യക്തിപരമായിട്ടുള്ള കാര്യം. പ്രത്യേക വ്യക്തിപരമായിട്ട് വിരോധം എന്തെങ്കിലും ഉണ്ടോ നിങ്ങൾക്ക് എൻ്റെ അടുക്കൽ? അതിൻ്റെ ഒരു ആവശ്യം തോന്നി, അതുകൊണ്ട് ചെയ്തു. അതിൻ്റെ ഒരു ആവശ്യം തോന്നി. അല്ല, യുസി, ഈ കഴുത ചുമന്ന കഥയുണ്ട്. എല്ലാവരെയും തൃപ്തിപ്പെടുത്താൻ ഒക്കുകയില്ല. നമ്മൾ ആരെയും ശല്യപ്പെടുത്താൻ പോകുന്നില്ല, ആരെയും ഉപദ്രവിക്കാൻ പോകുന്നില്ല, ആരെയും ശൂന്യം പറയാൻ പോകുന്നില്ല, ഒരു പാർട്ടിയും നമ്മൾ താത്തി പറയുന്നില്ല. അവർ ജീവിക്കുന്നു, ഞങ്ങൾ ജീവിച്ചോട്ടെ. അതിപ്പോൾ ഞങ്ങൾ വോട്ട് ചെയ്തോ ഞങ്ങൾ വോട്ട് ചെയ്തില്ലയോ അവർക്ക് എന്തേ അത്ര വിഷമം? എന്തുകൊണ്ട് അന്ന് വോട്ട് ചെയ്തില്ല, ഇന്ന് എന്തുകൊണ്ട് വോട്ട് ചെയ്തു? ഇന്നൊരു പക്ഷേ വോട്ട് ചെയ്യേണ്ട ഒരു ആവശ്യം വന്നിരിക്കാം. ഇന്ന് പലരും പറഞ്ഞു കേൾക്കാൻ ഈ ജനായത്തമല്ല രാജഭരണമായിരുന്നെങ്കിൽ എന്ന് പറയുന്ന ഒരുപാട് പേര് നമ്മളിപ്പോഴും കാണുകയും കേൾക്കുകയും ചെയ്യാറുണ്ട്. ഇപ്പോഴത്തെ ജനായത്ത ഭരണം മോശമാണെന്നും രാജഭരണമായിരുന്നു നല്ലതെന്നും അങ്ങനെ ഒരു വിശ്വാസം ട്രാവൻകൂർ റോയൽ ഫാമിലിക്കും ഉണ്ടോ? അതിൽ കാര്യം ഞങ്ങൾക്ക് രാജ്യം ഭരിക്കണമെന്ന് ഇപ്പോൾ ഒരു ആഗ്രഹമില്ല. അത് ഞാൻ പറയാം. ഞങ്ങൾക്ക് രാജ്യം ഞങ്ങളെ കൊണ്ട് സാധിക്കില്ല. ഇന്ന് എങ്ങനെ രാജ്യം ഭരിക്കാൻ പറ്റുമോ? ഇന്നുള്ള നമ്മളുടെയൊക്കെയുള്ള നന്മ അതോടുകൂടി തീർന്നു. ഇലക്ഷന് നിൽക്കണം എന്ന് പറഞ്ഞ് എനിക്ക് ഓഫർ വന്നിട്ടുണ്ട്. 2 പാർട്ടി ചോദിച്ചു, ടിക്കറ്റ് തരാമെന്ന് പറഞ്ഞു. അങ്ങോട്ട് ചോദിച്ചതല്ല, 2 പാർട്ടി. ഏത് പാർട്ടിന്ന് ചോദിക്കുന്നത് ഞാൻ പറയുന്നില്ല. അത് വേറെ കാര്യം, അത് അടുത്തത്. അപ്പോൾ അത് ഞാൻ പറയില്ല. പക്ഷേ നമുക്ക് വേണ്ട. നമ്മളുടെയൊക്കെയുള്ള ഒരു വേള ഒരു പക്ഷേ നിൽക്കുകയാണെങ്കിൽ ആദ്യത്തെ പ്രാവശ്യം ഒരു പക്ഷേ ജയിച്ചേക്കാം, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. ഒരു പ്രാവശ്യം, പിന്നത്തെ കാര്യമൊക്കെ സംശയം. അതൊക്കെ അപ്പോൾ എന്തായാലും നമുക്ക് ജയിക്കുകയും വേണ്ട, നമുക്ക് നിൽക്കുകയും വേണ്ട, നമുക്ക് രാജ്യം ഭരിക്കുകയും വേണ്ട. അതിന്റെ തുടർച്ചയായിട്ട് തന്നെ ചോദിക്കട്ടെ, ഈ കഴിഞ്ഞ ആറ്റുകാൽ പൊങ്കാലയുടെ സമയത്ത് താങ്കളും തുറന്ന ജീപ്പിൽ വന്നത് ഭയങ്കര ചർച്ചയായിരുന്നു. അത് ആളുകൾക്ക് ചർച്ച ചെയ്യാൻ പറയുന്നു. ഇവിടെ എന്തെല്ലാം കാര്യങ്ങൾ ചർച്ച ചെയ്യാനുണ്ട്. അതൊന്നും ആളുകൾക്ക് പ്രശ്നമില്ല. ഞാൻ ഇദ്ദേഹത്തിൻ്റെ ഒരു കാര്യം പറയട്ടെ. ഇതാദ്യമായിട്ടല്ല, എത്രയോ ആറ്റുകാൽ പൊങ്കാലകളിലേക്ക് ജീപ്പിൽ പോയിട്ടുണ്ട്. എത്രയോ ഇതേ സംഭവം, ഇതാദ്യമൊന്നുമല്ല, ഉണ്ട്. എത്രയോ പ്രാവശ്യം പോയിട്ടുണ്ട്. ഇപ്രാവശ്യം എന്ത് പറ്റിയെന്ന് വെച്ചാൽ മീഡിയ പ്രത്യക്ഷപ്പെട്ടു.
അവിടുന്ന് ആരോ ഇതെടുത്തു, ഇതിലിട്ടു. മീഡിയ ആണോ എന്ന് എനിക്കറിഞ്ഞൂടാ, എന്തോന്നോ സംതിങ്. അപ്പം എന്നിട്ട് ആരോ വീഡിയോ ഇതെടുത്തിട്ട്, ഇപ്പം യൂട്യൂബ് അതൊക്കെ ഉണ്ടല്ലോ, അന്നൊന്നും അതില്ല. ഇത് ആദ്യത്തെ പ്രാവശ്യമൊന്നും അല്ല, എത്രയോ പ്രാവശ്യം ഞങ്ങൾ പോയിട്ടുണ്ട്. അപ്പോൾ എനിക്കൊരു അതിശയം തോന്നി, എന്താ ഇപ്രാവശ്യം മാത്രം ഇത്ര ഒരു. ഇവിടെ കവടിയാർ സൈഡിലുള്ള ഏതൊരു അസോസിയേഷൻ ഉണ്ടല്ലോ, ആറ്റുകാൽ പങ്കാളിയുടെ അസോസിയേഷൻ, അവരാണ് എല്ലാ പ്രാവശ്യവും വന്നത്. എത്രയോ വർഷമായി അവരാണ് വന്നത്. അപ്പോൾ നമ്മൾ അവിടെ പോവും. അവിടെ പോയിട്ട് TTCയുടെ വെളിയിലാണ് വലിയ അടുപ്പ് വെച്ചിരിക്കുന്നത്. അവിടെ കത്തിച്ചുകൊണ്ട് നടന്നാണ് പോകുന്നത്. നടന്ന് ഇത്രയും ദൂരം, ഇപ്പോൾ ജീപ്പിൽ പോയില്ലേ, അത്രയും ഡിസ്റ്റൻസ് നടന്ന് പോയി തിരിച്ചിങ്ങി വരും. അങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു പ്രശ്നം വന്നുകൊണ്ടിരുന്നത്, ഈ പുക വന്നിട്ട് കണ്ണിൽ പുക വന്നിട്ട് നമുക്ക് കാണാൻ വയ്യ, നടക്കുകയല്ലേ. അപ്പോൾ അവർ തന്നെ കുറച്ചു കാലം മുമ്പേ പറഞ്ഞു നടക്കണ്ട, നമുക്ക് ജീപ്പ് പോകാൻ. വളരെ സന്തോഷമായി. അപ്പോൾ ഈ കണ്ണിൽ ഈ പുക അത്ര അടിക്കാതിരിക്കാനായിട്ട് പറ്റുമല്ലോ. അങ്ങനെ ജീപ്പിൽ ഞങ്ങൾ പറഞ്ഞതല്ല, അവർ തന്നെ നിശ്ചയിച്ചാണ് ജീപ്പിൽ. അതിത് ആദ്യത്തെ പ്രാവശ്യമല്ല, ചർച്ചാ വിഷയമായി. അതിപ്പോൾ എന്ത് ചെയ്യാൻ, പോളിറ്റിക്സിൽ പോകാൻ പോകുന്നു. അങ്ങനെ ഇല്ല. ഇതിന്റെ തുടർച്ചയായിട്ട് പറഞ്ഞ കാര്യം തന്നെ, അന്ന് പക്ഷേ ഏറ്റവും കൂടുതൽ വിമർശിക്കപ്പെട്ടത് തിരുവനന്തപുരത്തുകാർ കുറച്ചു പേർക്കെങ്കിലും രാജകുടുംബത്തിന്റെ ഈ ഉപചാരങ്ങളും മാമൂലികളും ഒക്കെ ഇപ്പോഴും ബാക്കി നിൽക്കുന്നതുകൊണ്ടാണ് ഈ തുറന്ന ജീപ്പിൽ യാത്ര നടത്തുന്നതിനൊക്കെ. അങ്ങനെ തോന്നിയിട്ടുണ്ടോ? എനിക്ക് പ്രത്യേകിച്ച് മനസ്സിലായി. ഇപ്പം ആദ്യമായിട്ടല്ലല്ലോ. ഇപ്പം ആദ്യമായിട്ടാണെങ്കിൽ ആദ്യമായിട്ട് ഇതിപ്പോൾ പല പൊങ്കാലകൾക്കുമായിട്ട് ഇങ്ങനെയാണ് പോകുന്നത്. ഇത് ആദ്യമായിട്ടല്ല. അപ്പോൾ ഇപ്പോൾ പ്രത്യേകിച്ച് തോന്നേണ്ട ആവശ്യമില്ല. രാജകുടുംബം വളരെ സന്തോഷപൂർവ്വം ജനങ്ങൾ കരുതുന്നതാണെന്നോ അല്ലെങ്കിൽ അങ്ങനെ ഒരു തരത്തിൽ നമ്മൾ ആസ്വദിക്കുന്നുണ്ടോ? അത്തരം ഒരു പ്രിവിലേജ് ആസ്വദിക്കുന്ന ഞാൻ ആ പദപ്രയോഗം ഞാൻ ഉപയോഗിക്കുന്നില്ല. അംഗീകരിക്കുന്നു. വളരെ നന്ദിയോടോ സന്തോഷത്തോടുകൂടിയോ നമ്മളുടെയൊക്കെ ഒരാൾ സ്നേഹം കാണിക്കുന്നു അല്ലെങ്കിൽ ഒരു ആദരവ് കാണിക്കുന്നു, നമ്മൾ എന്താ ചെയ്യേണ്ടത്? വേണ്ട, നിങ്ങളുടെ ആദരവും സ്നേഹമൊന്നും എനിക്ക് വേണ്ടെന്ന് പറയാനൊക്കൂ? അല്ല, എൻ്റെ മനസ്സിലങ്ങനെ തോന്നുമോ? ഇല്ലല്ലോ. അപ്പോൾ പ്രത്യേകിച്ചും അവർക്ക് നമ്മുടെയൊക്കെ അത് കാണിച്ചിട്ട് അവർക്കൊന്നും കിട്ടാനുമില്ല. ഇപ്പം നമുക്ക് പവറില്ല, പൊസിഷൻ ആയിട്ടില്ല, അവർക്ക് വേണ്ടി നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെ ഒന്നും വിചാരിച്ചുകൊണ്ടല്ലല്ലോ. അപ്പോൾ അത് ശരിക്കും ഹൃദയസ്പർശമായിട്ടുള്ളൊരു കാര്യമല്ലേ? അതെ. അത് അവരൊക്കെ ചോദിക്കണം. ഈ തരുന്നവരൊക്കെ പറയണം, നിങ്ങളങ്ങനെയൊന്നും ചെയ്യരുത്, അവർ സാധാ സിറ്റിസനാണ്, നിങ്ങളിങ്ങനെ ചെയ്യരുതെന്ന്. അങ്ങനെ വിഷമമുള്ളവർ അവരൊക്കെ പറഞ്ഞു നോക്കുക. അപ്പോൾ അവർ ചിലപ്പോൾ സമ്മതിക്കുമായിരിക്കും. ഒരാളൊരു സ്നേഹം കാണിക്കുന്നു, നിങ്ങളുടെ സ്നേഹം എനിക്ക് വേണ്ടെന്ന് പറയാൻ പറ്റുമോ? അതറിയാൻ വയ്യ, എനിക്കറിഞ്ഞൂടാ. കുറച്ച് അതുകൊണ്ടായിരിക്കാം. പക്ഷേ അതുകൊണ്ട് ഞങ്ങൾക്ക് കിട്ടണമെന്നില്ലല്ലോ. ഇപ്പം ഞങ്ങളല്ലല്ലോ അന്ന് ഭരിച്ചത്. അപ്പം ഞങ്ങൾക്കത് കിട്ടണമെന്നില്ലല്ലോ. എന്തോ അവരുടെ വലിയ അത് അനുഭവിച്ചാലേ അറിയാവൂ. അത് ഞാനിപ്പോൾ ഇവിടെ നിന്ന് പറയുകയാണെങ്കിൽ അത് ഒട്ടും ശരിയാവില്ല. കേരളത്തിൽ ഇപ്പോൾ പ്രിൻസസും പ്രിൻസെന്നും വിളിക്കപ്പെടുന്നത് ട്രാവൻകൂർ റോയൽ ഫാമിലിയിലുള്ള കുറച്ച് പേര് മാത്രമാണ്. അവിടെ ഒരു പെട്ടി ഇരിക്കുന്നതുണ്ടോ? അതിൻ്റെ മുകളിൽ എന്താ എഴുതിയിരിക്കുന്നത്? ഒന്ന് വായിക്കാമോ? ഇതാ ആ ഒരു നീണ്ട പെട്ടി, ഇതാ. അതിൻ്റെ മുകളിൽ എന്താ എഴുതിയിരിക്കുന്നത്? ഒന്ന് വായിക്കാമോ? എന്നിട്ട് ബാക്കി പറയൂ. അതിൻ്റെ താഴെയല്ലോ പ്രിൻസ്. മഹാരാജാവ് ഇരിക്കുമ്പോൾ പിന്നെ അതിൻ്റെ ജനം വിശേഷിപ്പിക്കേണ്ട. പക്ഷേ ഈ പ്രിവിലേജസാ സുപ്രീം കോർട്ടിലെ കേസ് നടന്നപ്പോൾ അതിൽ അവർ പറയുന്നുണ്ട്, നിങ്ങളുടെ പ്രിവി പേഴ്സ് ആണ് ഞങ്ങൾ ഇല്ലാതെയാക്കിയത്, നിങ്ങളുടെ ടൈറ്റിൽസ് അല്ല. എത്രയോ പ്രാവശ്യം ഗതി എന്ന് ഉപയോഗിച്ചിട്ടുണ്ട്. നമ്മുടെ ഇത് വന്നല്ലോ വിധി, എൻ്റെ കയ്യിലുണ്ട്. അതിൽ 3 സ്ഥലത്തെങ്കിലും പ്രിൻസസ് ഗൗരി ലക്ഷ്മി ബായ് എന്നോ എന്തോ എൻ്റെ പേര് എഴുതിയിട്ടുണ്ട്. എൻ്റെ പുസ്തകം, ഞാൻ പത്മനാഭസ്വാമി ടെമ്പിളിൻ്റെ പുസ്തകം ഉണ്ടല്ലോ, അത് അവിടെ അവർ എടുത്തിട്ടുണ്ട്.
റെഫറൻസായിട്ട്. എൻ്റെ പുസ്തകത്തിൻ്റെ പേര് എൻ്റെ ഒരു പ്രിൻസസ് എന്ന് തന്നെയാണ് അവർ എഴുതിയിരിക്കുന്നത്, ഞാൻ പറഞ്ഞിട്ട് എഴുതിച്ചതല്ല. അപ്പോൾ അന്ന് അവർ പറഞ്ഞിട്ടുണ്ട് ടൈറ്റിൽസ് ആർ നോട്ട് ബീൻ എബോളിഷ്ഡ് എന്ന് അന്ന് പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ഈ പറയുമ്പോൾ പലരും ഈ രാജഭരണം പോയത് അറിയുന്നില്ലേ എന്നുള്ള ഇങ്ങനെ ഒരു വിശേഷിപ്പിക്കുമ്പോൾ ഒരാൾ പ്രിൻസസ് എന്ന് പറയുമ്പോൾ പലപ്പോഴും കൗണ്ടറായിട്ട് കിട്ടുന്ന രാജ്യഭരണം പോയത് നിങ്ങൾ അറിഞ്ഞിട്ടില്ലേ എന്നുള്ള അതെ ചോദ്യം വരാറുണ്ട്. ഉണ്ട് ഉണ്ട് ഉണ്ട്. അപ്പോൾ അങ്ങനെ വിചാരിക്കുന്നവർ പ്രിൻസസ് എന്ന് പറയണ്ട. ഇറ്റ്സ് സോ ഈസി. അങ്ങനെ പോട്ടെ, അല്ലെങ്കിൽ തമ്പുരാട്ടി, അപ്പോൾ അതും കുഴപ്പമാണ്. പക്ഷേ തമ്പുരാട്ടി എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ കാസ്റ്റ് നെയിമാണ്, ഞങ്ങൾക്ക് മാത്രമല്ല, ഞങ്ങളുടെ സമുദായത്തിൽ പെണ്ണുങ്ങളൊക്കെ തമ്പുരാട്ടിമാർ അല്ലെങ്കിൽ തമ്പുരാൻ എന്ന് തന്നെ പറയുന്നുണ്ട്. കൊച്ചി പെണ്ണുങ്ങൾ തമ്പുരാട്ടി എന്ന് തമ്പുരാൻ എന്ന് പറയാം. അപ്പോൾ അത് കാസ്റ്റിസ്റ്റ് ആവും.